ഇന്ന് നമ്മളൊരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ മെറ്റേണൽ വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന ചെറിയൊരു ടോപ്പിക്ക്. ആവറേജ് വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ നമുക്കറിയാമല്ലോ, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ അവരുടെ ആ ടൈം എത്തുമ്പോഴത്തേക്കിനും അവരൊരു വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കും. അപ്പം അതിനെ നമുക്കൊരു നോർമലായിട്ട് സാധാരണ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളുകൾക്ക് എങ്ങനെയാണ് ആ പാറ്റേൺ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദ വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദി മെറ്റേണൽ അഡാപ്റ്റേഷൻ ആസ് വെൽ ആസ് ദ ഫീറ്റൽ വെൽബീയിങ്. അപ്പോൾ ഈ വെയിറ്റ് ഗെയിന് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ വെയിറ്റ് ഗെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ മെറ്റേണൽ അഡാപ്റ്റേഷൻ ആസ് വെൽ ആസ് ഫീറ്റൽ വെൽബീയിങ്. അമ്മമാർ അതിനോട് അഡാപ്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതും അറ്റ് ദ സെയിം ടൈം ഫീറ്റൽ വെൽബീയിങ്ങുമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് വെയിറ്റ് ഗെയിൻ, ആവറേജ് വെയിറ്റ് ഗെയിൻ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈമിയിലും മൾട്ടിയിലും. പ്രൈമി എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രസവക്കാർ. അപ്പോൾ അവരിൽ എങ്ങനെയാണ് ഇത് എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ 4 kg during the first 20 weeks and 8.5 kg during the next 20 weeks. അപ്പോൾ അതിൽ നമുക്ക് പറയാം, നമ്മൾ ടോട്ടലായിട്ട് 40 വീക്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കൺസീവ് ചെയ്തിട്ട് നമ്മുടെ ഡെലിവറി വരെയുള്ള ടൈം നമ്മൾ EDC കാൽക്കുലേറ്റ് ചെയ്യുന്നത് 40 വീക്സ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് 20 വീക്സിൽ പ്രൈമിലാണെങ്കിൽ അതിൽ 4 kg ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ സെക്കൻഡ് 20 വീക്സിൽ 8.5. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 12.5 kg വെയിറ്റ് ഗെയിൻ ആണ് നമുക്ക് പ്രൈമിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഈ പ്രൈമിയിൽ തന്നെ 0.4 kg പെർ വീക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 0.4 kg പെർ വീക്ക് ഈസ് കൺസിഡേർഡ് ആസ് നോർമൽ. ദെൻ മൾട്ടിയിലാണെങ്കിൽ, മൾട്ടിഗ്രാവിഡ എന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? ഒന്നിൽ കൂടുതൽ, ആദ്യത്തെ പ്രസവം അല്ല, 2, 3, 4 എന്നൊക്കെ പറയുന്ന ആ പ്രസവത്തിൽ ആണെങ്കിൽ 1 kg കുറവായിരിക്കും. അപ്പോൾ 12.5 എന്നുള്ളത് 11.5 ആയിരിക്കും മൾട്ടിയിൽ. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ ഉള്ള ആളുകൾക്കാണെങ്കിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഏജ് ഓഫ് ദി മദർ, ദെൻ വെയിറ്റ് ഓഫ് ദി മദർ, ആസ് വെൽ ആസ് നോസിയ, വോമിറ്റിംഗ്, ഡയറിയ ആൻഡ് എഡിമ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലിറ്റസ്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നമുക്ക് നോക്കാം എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഈ 12.5 kg വെയിറ്റ് ഒരു അമ്മയിൽ കൂടുന്നതെന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രസ്റ്റിൽ നമുക്ക് 0.5 to 1 kg, യൂട്രസിലും 0.5 to 1 kg, ആൻഡ് ഓൾസോ പ്ലാസൻ്റ, ഫീറ്റസും പ്ലാസൻ്റയും കൂടെ ദാറ്റ് ഈസ് 4 to 5 kg ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഈസ് 1.5 kg, ആൻഡ് ഓൾസോ ഫാറ്റ് സ്റ്റോറേജ് 3 to 3.5 kg, ആൻഡ് ബ്ലഡ് വോളിയം 1.5 kg. അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ബ്രസ്റ്റ് ഇറ്റ് ഈസ് 0.5 to 1 kg, യൂട്രസ് 0.5 to 1 kg. യൂട്രസും ബ്രസ്റ്റും ഒക്കെ ഒരേ ഇതിലാണ് പോകുന്നത്. ആൻഡ് പ്ലാസൻ്റ, ഫീറ്റസ് ആൻഡ് പ്ലാസൻ്റ ഈസ് 4 to 5 kg. നമുക്ക് പറയാം ആവറേജ് ഒരു ഫീറ്റൽ വെയിറ്റും പ്ലാസൻ്റയുടെ വെയിറ്റും കൂടെ കൂട്ടിയാൽ 4 to 5 kg വരണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഈസ് 1.5 kg, ദെൻ ഫാറ്റ് സ്റ്റോറേജ് ഈസ് 3 to 3.5 kg, ആൻഡ് ബ്ലഡ് വോളിയം ഈസ് 1.5 kg. ഇങ്ങനെയാണ് ആ ടോട്ടൽ 12.5 kg വെയിറ്റ് ഗെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ആവറേജ് വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും 12.5 kg. ഇപ്പോൾ ഒരു പല പുസ്തകങ്ങളിലും ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ചില സ്റ്റാൻഡേർഡ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ്
ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് എക്സാമിനേഷൻ എഴുതുന്നവർക്കും സ്റ്റുഡൻസിനും ഒക്കെ യൂസ്ഫുള്ളാണ്, അല്ലാത്തവർക്കും ഒക്കെ യൂസ്ഫുള്ളാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.